അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു സോളാർ എനർജിയിലൂടെ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ആ ബാറ്ററിയിൽ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയിലൂടെ നമുക്കൊരു ബൾബും വർക്ക് ചെയ്യിപ്പിച്ചേക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സോളാർ. ഇത് 5 വോൾട്ടിൻ്റെ ഒരു സോളാറാണ്. നമുക്കിത് ഏത് സോളാർ വേണമെങ്കിലും എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സോളാർ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു 3.7 വോൾട്ടിൻ്റെ ഒരു MAH ബാറ്ററിയാണ്. സോളാർ ഞാൻ എടുത്തേക്കുന്ന സോളാർ ഒരു 5 വോൾട്ടിൻ്റെ സോളാറാണ്. നമ്മൾ ഏത് സോളാറാണ് എടുക്കുന്നത് അതിൻ്റെ താഴെ വരുന്ന വോൾട്ടുള്ള ബാറ്ററി വേണം നമ്മൾ എടുക്കാൻ. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണം, നിങ്ങളൊരു 10 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി എടുത്ത് അപ്പം നിങ്ങൾ മറ്റേ 5 വോൾട്ടിൻ്റെ സോളാർ എടുക്കരുത്. അപ്പം നമ്മളുടെ ബാറ്ററി ചാർജ് ആവില്ല. ഒന്നെങ്കിൽ ഇത് മറ്റേ സ്പാർക്ക് വന്നത് ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ട്രോയ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും സോളാറിൻ്റെ താഴെയുള്ള ഒരു ബാറ്ററി എടുക്കണം. അതായത് 3.7 വോൾട്ട്. കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഈ ഒരു ബാറ്ററിയാണ്. ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾക്ക് ഈ ഒരു ബോർഡ് വേണം. ഈ ബോർഡിൽ ഒരു ലൈറ്റ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് പോർട്ട് 1, ഇത് പോർട്ട് 2, ഇത് ബാറ്ററി, ഇത് പോർട്ട് 3. അപ്പം നമുക്ക് നമ്മളെ സോളാർ കണക്ട് ചെയ്യേണ്ടത് നമ്മളെ പോർട്ട് 1ലാണ്. സോളാർ ഈ പോർട്ട് 1ൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ സ്വിച്ച് നമുക്ക് ഏത് സ്വിച്ച് വേണമെങ്കിലും എടുക്കാം. സ്വിച്ച് നമ്മൾ പോർട്ട് 2 കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ 3.7 വോൾട്ടിൻ്റെ ഒരു MAH ബാറ്ററിയാണ്. അത് നമ്മൾ ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ നമ്മളെ ലൈറ്റ് ഗ്ലോ ആവുന്നുണ്ട്. ഓരോ ബട്ടൺസ് അമർത്തുന്ന സമയത്ത് ലൈറ്റിൻ്റെ ഓരോ പൊസിഷനും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പൊസിഷനിന് ഓരോ ഉപകാരങ്ങളുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. പിന്നെ നമ്മൾ ഈ ലൈറ്റ് നമുക്ക് വെക്കുകയാണെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കണ്ട. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഞാൻ സെപ്പറേറ്റ് ആയിരുന്നു വാങ്ങിച്ചത്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് നമുക്ക് പോർട്ട് 3ൽ കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ലാസ്റ്റ് നമ്മൾ എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത്. നമുക്കിത് ചാർജ് ചെയ്ത് വെക്കാം. അതായത് ഇത് 12 hours ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ആയിക്കൊണ്ടിരിക്കും ഈ ബൾബ്. ഇപ്പോൾ ഞാനെന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് 2-3 ദിവസമായി ഉണ്ടാക്കിയിട്ട്. ഞാൻ ഉണ്ടാക്കിയ ഐഡിയ നിങ്ങളിലേക്കും എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഞാൻ നിറവേറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനെ പറ്റിയുള്ള ഉപകാരം. അതായത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ റോഡ്സിലൊക്കെ വെക്കുന്ന ലൈറ്റാണ്. അതായത് നമ്മൾ വാഹനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് മറ്റേ നമ്മൾ ഡിവൈഡറൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ വെക്കുന്ന ഒരു ലൈറ്റാണിത്. ഇത് നമ്മൾ സൈക്കിളുമല്ലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റാണ്. ഇത് ഫോഗ് ടൈമിൽ ഫിറ്റ് ചെയ്യുന്ന നമ്മൾ കാറുകൾ അല്ലെങ്കിൽ സൈക്കിള് അങ്ങനെയുള്ള വെഹിക്കിൾസിലൊക്കെ നമ്മൾ വെക്കുന്ന ലൈറ്റാണിത്. ഇത് ചെറിയ ലൈറ്റാണ്. ഇതിൻ്റെ വലുത് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ചെറുതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഓഫ്. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ശരി, ബൈ.